നമുക്ക് അടുത്ത പാർട്ടായിട്ട് മൊഡ്യൂൾ 3 കണ്ടിന്യൂഷനാണ്. സോ ഇതിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതം ഉണ്ട്. ദാറ്റ് ഈസ് ക്രസ്കൽസ് അൽഗോരിതം. ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇത് സ്റ്റാർട്ട് വിത്ത് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് find the minimum spanning tree of the graph below by applying Kruskal's algorithm. നമുക്ക് മിനിമം സ്പാനിങ് ട്രീ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ എന്ത് അൽഗോരിതം വെച്ച്? ക്രസ്കൽസ് അൽഗോരിതം വെച്ചാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഒരു ഗ്രാഫ് കൂടെ വരച്ച് കാണിച്ചുതരാം. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ് പറയുന്നത്. എ, ബി, സി ആൻഡ് ഡി. ഇവിടെ ഞാൻ വാല്യൂസ് ചെയ്യുന്നുണ്ട്. 3, 2, 2, 2, then 3, 3. ഓക്കെ, സോ ആദ്യം ക്രസ്കൽസ് അൽഗോരിതം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എഡ്ജസും അതേപോലെ തന്നെ അതിൻ്റെ വെയ്റ്റും ചെറുതിൽ നിന്ന് വലുതിക്ക് എഴുതാം. അതായത് ഇവിടെ നോക്കാം, 2 അല്ലേ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ വരണത്. അപ്പോൾ 2 വാല്യൂസ് ഉള്ളത് മൊത്തം എഴുതാം, ആ എഡ്ജസ് മൊത്തം എഴുതാം. ദാറ്റ് ഈസ് എ കോമ ഇ. അതേതാ വാല്യൂ? 2. അടുത്ത വാല്യൂ നോക്കൂ, ഇ കോമ സി. അതിൻ്റെ വാല്യൂ എന്താ? 2. അടുത്തത് എന്താ? ബി കോമ സി. ഇ അതിൻ്റെ വാല്യൂ എന്താ? 2. ഓക്കെ, ഇപ്പോൾ 2 മൊത്തം എഴുതി കഴിഞ്ഞില്ലേ? 2 മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 എഴുതാം. എ കോമ ബി 3, ബി കോമ സി ദാറ്റ് ഈസ് 3. ഇത് കഴിഞ്ഞു. ഇനി അവസാനത്തെ ഡി കോമ സി 3. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൈസ് ഇവിടെ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 എന്ന് എഴുതിയിട്ട് ആദ്യത്തെ സാധനം എടുത്ത് എഴുതാം. എ ഇ വാല്യൂ എഴുതി പോണേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതുക എന്ത്? ആദ്യം ഇത് എഴുതുക. പിന്നെ അടുത്തത് എന്താ നമുക്കുള്ളത്? ഇ സി ആണല്ലേ. ഇ സി എന്ന് പറയുന്നത് പുതിയ എഡ്ജ് സി വരുന്നുണ്ട്. നമുക്ക് അത് ആഡ് ചെയ്യണം. സി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 3 ആയിട്ട് എന്താ എഴുതണം? അടുത്തത് എന്താ? ബിഇ. ബിഇയിൽ ബി പുതിയ വെർട്ടെക്സ് ആണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം? അത് എഴുതാം. എ ഇ സി ആൻഡ് ബി. സോ നമുക്ക് വാല്യൂസ് എഴുതിക്കാം. അപ്പോൾ നമ്മുടെ 2 എണ്ണമുള്ളതൊക്കെ തീർന്നില്ലേ? ഇനി അടുത്തത് എന്താ? സ്റ്റെപ്പ് 4. Step 4 is A, B, C, E, 2. ഓക്കെ, ഇതിൽ അടുത്തത് എന്താ? നമ്മൾ ഇതെടുത്തു. ഇതിൽ എയും ബിയും ആണല്ലേ. ബട്ട് എയും ബിയും ഓൾറെഡി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെടുക്കില്ല. അടുത്തത് എന്താ? ബി സി. ബിയും സിയും ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇതിനെടുക്കില്ല. ഡി സി ഇല്ല അല്ലേ നമ്മുടെ കയ്യിൽ. ഡി സി ഇല്ലാത്തത് കാരണം കൊണ്ട് നമ്മൾ ഡി സിനെ വരയ്ക്കും. ദാറ്റ് ഈസ് ഡി സി ഈസ് ലൈക്ക് ഇതിൻ്റെ വാല്യൂ 3 ആണ്. നമ്മൾ ഇതെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിലൊന്ന് കൂട്ടി വയ്ക്കേ. 1, 2, 3 ദാറ്റ് ഈസ് 6. 6 + 3 9. സോ മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 8 is equal to 9. Okay ആണോ? So this is how we have to find the minimum spanning tree using Kruskal's algorithm. Okay, hope it's clear.
Then so let's move to next part. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സോ ബി കെയർഫുൾ വൈൽ ഡൂയിങ് ദിസ്. കുറച്ച് അധികം ഉണ്ട്. So write the edges and the weights of this. Okay. So നമുക്ക് മാർക്ക് ചെയ്ത് പോകുന്നത് കുറച്ചും ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീരും. സോ 1 വെച്ച് ഞാൻ തുടങ്ങുന്നുണ്ട്. ടി കോമ എഫ്, ദാറ്റ് ഇസ് 1 വെച്ചിട്ട് ഇവിടെ എ കോമ ബി, ദാറ്റ് ഇസ് 1. പിന്നെ 1 വേറെ ഒന്നുണ്ട് ഇല്ല, 2 വെച്ച് തുടങ്ങുന്നുണ്ട്. 2, ദാറ്റ് ഇസ് സി കോമ ഡി. ആൻഡ് അടുത്തത് 3 ആണ്. 2 വേറെ വെയിറ്റ് ഇവിടെ 2 ഉണ്ട്. സോ 2 is like B, F. Okay. വേറെ 2 ഒന്നുമില്ലല്ലോ? ഇല്ല. So let's start with 3. That is B, C. 3. ഇവിടെ ഒരു 3 ഉണ്ട്. D, E. 3. Then 3 വേറെ ഉണ്ടോ? ഇവിടെ 2 ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് 4. That is B, D. That is 4. Then ഇവിടെ ഒരു 4 ഉണ്ട്. That is C, E. That is 4. പിന്നെ 5 ഇവിടെ ഉണ്ട്. That is E, F. 5. Then 6, I guess. That is A, C. And കഴിഞ്ഞില്ലേ, കത്തിക്കൽ ഇതും കൂടെ ഉള്ളൂ. C, F. That is 7. I hope it is correct. Like ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Just നോക്കിയോ കേട്ടോ. And so let's start. Step 1. So let's start with DF. DF എവിടെ ഇതിൽ? DF ഇവിടെ. So DF, that is 1. Step 2. AB, that is here. A, B, 1 and this DF 2. Okay. ഇവിടെ നിന്ന് ടിക്കറ്റ് പോകണ്ട. സി ഡി ആണ് അടുത്ത് നമുക്ക് വേണ്ടത്. സി ഡി നടക്കുന്നുള്ളൊരു വരയാണ്. സോ സ്റ്റെപ്പ് 3, എ ബി, ഇവിടെ ഒരു വര ഡി എഫ്, ആൻഡ് ഇവിടുന്ന് സി. സോ 1, 1, 2. ഓക്കെ. ബി എഫ്, ഇതിൽ ബി എഫ് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? വേണ്ട, നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ബി സി കണക്ട് ചെയ്യണം? വേണ്ട. ഡി ഇ, ഇ ഇല്ല അല്ലേ നമ്മുടെ? സോ നമുക്ക് ഇനെ കണക്ട് ചെയ്യണം. ഡി ഇ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യണം. സോ ലൈക്ക് സ്റ്റെപ്പ് 4. I want to select this one.
സോ ഇതിൽ ഇല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 3. ഓക്കെ, ബി ഡി വേണം. ബി ഡി കണക്ഷൻ ആവശ്യമില്ല. സി ഇ പറഞ്ഞിട്ട് കണക്ഷൻ വേണം? വേണ്ട. ഇ എഫ് എന്ന് പറഞ്ഞിട്ട് കണക്ഷൻ വേണം? വേണ്ട. എ സി എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷൻ വേണം? വേണ്ട. സി എഫ് എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷൻ വേണ്ട? വേണ്ട. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇത് അവസാനം ഉണ്ടാവുക. പക്ഷേ വാട്ട്സ് ദ തിങ് ഇസ് ലൈക്ക് ദിസ്. ഇത് രണ്ട് തമ്മിലൊരു കണക്ഷൻ ഇല്ല, റൈറ്റ്? സോ ബിയും എഫും തമ്മിൽ കണക്ഷൻ ഉണ്ടാവണമായിരുന്നു. സോ ഇതില്ലേ ഇത് നമുക്ക് റീച്ച് ചെയ്യാം. ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. സോ നമുക്ക് ബി എഫ് പറഞ്ഞിട്ട് വരക്കാട്ടോ. സ്റ്റെപ്പ് 5 ആയിട്ട് വരച്ചു തൽക്കാലത്തേക്ക്. This is 2, right? 2 അല്ലേ? അപ്പോൾ നമുക്ക് മിനിമം വെയിറ്റ് എന്താ വരിക? മിനിമം വെയിറ്റ് വരുന്നത് 1, 3, 5, 6, 7, 8, 9. വെയിറ്റ് എ സെക്കൻഡ്, എന്തോ എവിടെയോ എറർ വരുത്തിയിട്ടുണ്ട്. പിന്നെ 1, 2. ഓക്കെ, സോ 2, 2, 4, 5, 8, 9. മിനിമം വെയിറ്റ് ഇസ് ഈക്വൽ ടു 9. കറക്റ്റാണ്. സോ ഇതൊന്ന് ഓർത്തിച്ചോ കേട്ടോ. So let's do one more question on this, okay? എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മറ്റേ ഇത് പറഞ്ഞു കേട്ടോ. ക്രഷ് ചെയ്ത ആൾക്കാർ ഇത് എന്താ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യട്ടെ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ ക്വസ്റ്റ്യൻ. Very very simple question. So try to do this. S A B C D and D. തന്നെ ചെയ്യാൻ പറ്റുമോ കേട്ടോ. 7, 3, 6, 4, 3, 2, 5, 2 and 8. ഓക്കെ ആണ്. ഓക്കെ, സോ നമ്മളുടെ പ്രോസസ്സ് എന്താ? ആദ്യം എഡ്ജസ് എഴുതുക ആൻഡ് അടുത്തത് വെയിറ്റ് എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതിക്കോട്ടോ. സോ അതെങ്ങനെ എഴുതാം? അസെൻഡിങ് ഓർഡർ ഏറ്റവും ചെറുത് അതിൽ 2 അല്ലേ? സോ തുടങ്ങും ബി കോമ ഡി is equal to 2 and ഇവിടെ ഡി കോമ ഡി is equal to 2 and അടുത്ത 2 എവിടെ? 2 ഇല്ല, 3. 3 എന്ന് തുടങ്ങാം. ഡി സി കോമ ഡി is equal to 3 and a comma c is equal to 3. Then 4, right? 4. C comma B is 4 and അതിന് ശേഷം വരുന്ന 5. B comma D is 5 and A comma B is 6 and at last last 7 S point comma A is 7 and S comma C is 8. Okay, so hope I put all the lines on everything. Okay, so let's start. Step 1. ആദ്യത്തെ എഡ്ജിന് വരച്ചോ. ആദ്യത്തെ എഡ്ജ് ചെയ്താൽ ബി കോമ ഡി. ബി കോമ ഡി is straight like that. ബി കോമ ഡി. Step 2. Step 2 എന്താ? Step 2 is like D comma T. D comma T. So we'll line like this. B D T. 2, 2. Okay. So step 3 എന്താ? C comma D. C ഇല്ല അല്ലേ? So let's do this.
think I will do it neatly. That's better. എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. Not sure about this, but still അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. C, D is 3 അല്ലേ? ഓക്കെ, സോ അത് കിട്ടിയില്ലേ? ഇനി എ ഇല്ല അല്ലേ? എ സി എവിടെയാണ്? എ സി ഇവിടെ സ്ട്രേറ്റ് ലൈനാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഇതെന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 ആണ്, നേരൊരു വരിയല്ല. എത്ര വാല്യൂ? എ സി പറയുന്നത് 3 ആണ് വാല്യൂ. ഓക്കെ, ഡൺ ഡൺ. ജസ്റ്റ് സി കോമ ബി, സിയും ബിയും തമ്മിൽ വേണോ? വേണ്ട, ജോയിൻറ്റഡ് ആണ്. ഇനി എന്താ? ബി കോമ ടി വേണോ? ബിയും ഇതും കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം, അപ്പോൾ അത് വേണ്ട. ഇനി അടുത്തത് എ കോമ ബി, എയും ബിയും തമ്മിൽ വേണോ? വേണ്ട അല്ലേ, അത് രണ്ടും കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. എസ് കോമ എ, എസ് കോമ എ ഇല്ല, എസ് എന്ന് പറയുന്നത് ഒരു പുതിയ വെർട്ടെക്സ്, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. എയിൽ നിന്ന് എസ്സിലേക്ക് ഒരു വർക്ക്. ഓക്കെ, എസ് ആൻഡ് അതിൻ്റെ വാല്യൂ പറയുന്നത് എത്ര കഴിഞ്ഞാൽ 7 ആണ് അതിൻ്റെ വാല്യൂ. സോ നമുക്ക് നോക്കാം, ഇതെടുത്തു ആൻഡ് ഇതെടുത്തിട്ടില്ല, കാരണം എസ്സും സിയും തമ്മിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കും. സോ നമുക്ക് മിനിമം വെയിറ്റ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ അറിയാം. 7 + 3 10, 10 + 3 13, 15 17. 17 ആണോ നമ്മുടെ യെസ് ആൻസർ. സോ ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഞാൻ ക്ലസ്റ്റേഴ്സ് അൽഗോരിതം എന്താ പറഞ്ഞത്? എന്തായാലും ഇവിടെ എഴുതുന്നുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് what happened? I think I zoomed a bit more. ഞാനൊരു പ്രശ്നമുണ്ടോ സൂം ചെയ്ത? I see. I was not doing that. ഞാൻ ചിലപ്പോൾ അപ്പോൾ കാണില്ലല്ലോ നിങ്ങൾക്ക്. Kruskal's algorithm എന്ന് പറഞ്ഞാൽ it is used to find the minimum spanning tree. നമുക്ക് മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഇതിൽ അൽഗോരിതം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അൽഗോരിതം എന്ന് പറയുന്നത് യു ക്യാൻ റൈറ്റ് ലൈക്ക് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ഓൾ എഡ്ജസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ എഡ്ജ് വെയ്റ്റ്സ്. ഓക്കെ, എഡ്ജ് വെയ്റ്റ്സിൻ്റെ
ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ ആക്കി എഴുതാം. സ്റ്റെപ്പ് 2 എന്താ, പിക്ക് ദ സ്മോളസ്റ്റ് എഡ്ജ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എഡ്ജ് ഇതിന് സെലക്ട് ചെയ്യാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ചെക്ക് ഇഫ് ദ ന്യൂ എഡ്ജ് ക്രിയേറ്റ്സ് എ സൈക്കിൾ ഓർ ലൂപ്പ് ഇൻ എ സ്പാനിങ് ട്രീ. നമ്മൾ എന്താ ചെക്ക് ചെയ്ത് നോക്കണ്ടേ, നമ്മൾ ലൂപ്പോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഫോം എ സൈക്കിൾ ഇൻക്ലൂഡ് ദാറ്റ് എഡ്ജ് ഇൻ ദ മിനിമം സ്പാനിങ് ട്രീ. ഒരു സൈക്കിൾ ഉണ്ടാക്കണില്ല എങ്കിൽ അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, മിനിമം സ്പാനിങ് ട്രീക്ക്. എന്നിട്ട് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് 2 എന്താ പറയുക, n-1 വരെ n-1 എഡ്ജസ് ഉണ്ടല്ലോ അതുവരെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ക്രെസ്കൽസ് അൽഗോരിതം. ഇനി ഞാൻ അടുത്ത് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ക്രെസ്കൽസ് അൽഗോരിതം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരെണ്ണമാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രൈംസ് അൽഗോരിതം. പ്രൈംസ് അൽഗോരിതം എന്ന് പറയുന്നതില്ല അതുപോലൊക്കെ തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതും എന്താ പറയുക, നമ്മുടെ മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഇതിൻ്റെ ഒരു അൽഗോരിതം ആദ്യം പഠിപ്പിച്ചു തരാം, എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയിലേക്ക് പോകാൻ. ഓക്കെ, പക്ഷെ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്, determine the arbitrary starting vertex. Arbitrary starting vertex ആദ്യം ഡിറ്റർമൈൻ ചെയ്യാം. നമുക്ക് തുടങ്ങേണ്ട ഒരു വേർട്ടെക്സ് ആദ്യം കണ്ടുപിടിച്ചേക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഓക്കെ, അതിനുശേഷം സെലക്ട് എൻ എഡ്ജ് കണക്ടിങ് ദ ട്രീ വേർട്ടെക്സ് ആൻഡ് ദ ഫിഞ്ച് വേർട്ടെക്സ്, ദാറ്റ് ഇസ് വേർട്ടെക്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മിനിമം സ്പാനിങ് ട്രീ ഹാവിങ് ദ മിനിമം വെയിറ്റ്. ഓക്കെ, മിനിമം വെയിറ്റ് വരുന്ന ഒരു ആ വേർട്ടെക്സിനോട് ചേർന്നിരിക്കുന്ന വേറൊരു എഡ്ജിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ഓക്കെ, ആ സ്പാനിങ് ട്രീയിൽ ഇല്ലാത്ത ഒരെണ്ണത്തേക്ക്. അടുത്തത് ആഡ് ദ ചൂസൺ എഡ്ജ് ടു മിനിമം സ്പാനിങ് ട്രീ. എന്ത് ചെയ്യാം, നമ്മൾ ചൂസ് ചെയ്ത എഡ്ജിന് എന്ത് ചെയ്യാം, മിനിമം സ്പാനിങ് ട്രീക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഫ് ഇറ്റ് ഡസൻ ഫോം എ സൈക്കിൾ ഫോം ചെയ്യരുത്, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് റിപ്പീറ്റിംഗ്. ഈ സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ വേർട്ടെക്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ആവേണ്ടത്, ശ്രദ്ധിച്ചോളൂ. വേർട്ടെക്സ് ഇൻക്ലൂഡ് ആവുന്ന വരെ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ പോയാലോ. ക്വസ്റ്റ്യൻ ചെയ്താൽ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, just wanted a sharp edge, but mandamara. Okay, I will do something else. I just wanted a rhombus, to be honest. Rhombus is really, I can let it be. Into 10 C6 E1 3A. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. സോ ഇതിൽ ആസ് ഐ ടോൾഡ് നമുക്ക് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ഒരു ആർബിട്രറി വെർട്ടെക്സ് ചൂസ് ചെയ്യാനുള്ളത്. സോ ഞാനിവിടെ എ വെച്ച് തുടങ്ങും. സോ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ എന്ന് നോക്കുക. എയിൽ നിന്ന് ഏറ്റവും ചെറുത് എന്താ, സി ആണോ ഉദ്ദേശിച്ചത്. സോ അതെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ അത് ജസ്റ്റ് മാർക്ക് ചെയ്യും.
സോ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് സി ആൻഡ് ഇവിടെ 3 വരും. ഓക്കെ, സോ ലൈക്ക് അവർ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? സിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കണേ. സിന്ന് നോക്കാം. 10 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുതാരാ? ഇവനാണ് അല്ലേ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഇവിടെ നിന്ന് വാട്ട് വി ക്യാൻ ഡു, ഇവിടെ നിന്ന് നമുക്ക് ഡീനെ കണക്ട് ചെയ്യാം അല്ലേ. ഇവിടെ നിന്ന് ഞാൻ ഡീനെ കണക്ട് ചെയ്തു ആൻഡ് ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. ഓക്കെ, സോ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇവിടെ എത്തി അല്ലേ, ഡിയിൽ ഇവിടെ എത്തി. ഇവിടെ നിന്ന് എനിക്ക് 2 എണ്ണം ഉള്ളത് എന്താ? ഇവിടേക്ക് എനിക്ക് പോകും. സോ ഞാൻ സ്റ്റെപ്പ് 4 ആയിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഞാൻ ഇയിലേക്ക് കണക്ട് ചെയ്യാണ്. ഇയിലേക്ക് കണക്ട് ചെയ്തു. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ഇസ് ഇ ആൻഡ് ഇതിൻ്റെ വാല്യൂ പറയുന്നത് 1 ആണ്. ഓക്കെ, എൻ്റെ എല്ലാം ആയിട്ടില്ല കേട്ടോ. എനിക്ക് ഇതുവരെ എൻ്റെ ഈ ഇവിടെ എത്തിയിട്ടുള്ളൂ. എനിക്കിനി അടുത്തത് വാട്ട് ഐ ഹാവ് ടു ഡു ഇസ് ഇനി നോക്കണം. ഇപ്പോഴും മൊത്തം എത്തിയിട്ടില്ല. ഞാൻ എന്ന് എത്തി, പക്ഷെ എനിക്കിനി അടുത്ത് വേണ്ട ബി ആണ്. അപ്പം ഞാൻ ബിക്കല്ലേ പോണ്ടേ. ഇവിടെ എന്നെ സി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ സ്റ്റെപ്പ് 5 ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബിയിലേക്കുള്ളൊരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് ബി. ബിയിലേക്ക് എത്രയാ? 4 ആണ്. ഓക്കെ, സോ നമുക്ക് മിനിമം സ്പാനിങ് ട്രീയുടെ മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 4, 6, 7 and 10 is equal to 10. ഓക്കെ ആണോ? ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ കാണിച്ചാലോ. ഇതിൽ ഓക്കെ, ഇതിൽ ഐ ജസ്റ്റ് ഡു ദ ഗ്രാഫ് ഫസ്റ്റ്, അതിനുശേഷം we will discuss. പെട്ടെന്ന് ഗ്രാഫ് വരച്ചാലേ. ഇങ്ങനെ വരച്ചു കൊടുക്കാൻ മതിയായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട്. ഐ കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ. ലൈക്ക് ഐ നെവർ തോട്ട് ലൈക്ക് ഇത് ഇത്ര വൃത്തിയിൽ വരുന്നു. ബിക്കോസ് ഇതൊക്കെ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങഗ് പ്രോസസ്. ലൈക്ക് അതുകൊണ്ട് ഞാനത് മൈൻഡ് പോലും ആക്കാതിരുന്നു ഈ ഫീച്ചർ. ബട്ട് ഐ ഗോട്ട് പീപ്പിൾ സീയിങ് ലൈക്ക് എന്താ ഇതാണ് കുറേ കൂടി ബെറ്ററായി മനസ്സിലാവുന്നത്. സോ നെക്സ്റ്റ് സോ അതുകൊണ്ടാണ് ഞാൻ ഇത് കൗണ്ട് ചെയ്തത്. V1, V2, V3, V4, V5, and V6. And either 1, this is 2, and this is 3, this is 6, this is 5, and this is 3, this is 2, this is 1, and this is 5. Okay, and this is 4. Okay, അറിയാലോ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കണം. സോ കുറച്ച് പണി എടുക്കേണ്ടി വരും ചിലപ്പോൾ. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ സ്റ്റെപ്പ് 1 V1 ഞാൻ എടുത്തു കേട്ടോ. V1 എടുത്തു. സ്റ്റെപ്പ് 2 വാട്ട് ഇറ്റ് ഡസ്. എവിടേക്കാ ചെറുത്? ഇവിടേക്കില്ല. സോ ലെറ്റ്സ് ഡു ദാറ്റ്. V1 1, V2. സ്റ്റെപ്പ് 3 ഇസ് ഇവിടെ നിന്ന് നോക്കിക്കേ. V2 നിന്ന് ഏറ്റവും ചെറുത് എങ്ങട്ടാ? ദിസ് വൺ V3 അല്ലേ. സോ ഈസി പീസി. V1, V2, V3, ഇവിടെ 1, this is 2, ആൻഡ് നമ്മളിപ്പോൾ V3യിലെത്തി. V3ന്ന് നോക്കിക്കേ, ഞാനിപ്പോൾ V1 എടുത്തു, V2 എടുത്തു. എനിക്ക് ഒന്നെങ്കിൽ 3ക്ക് പോകാം,
അല്ലെങ്കിൽ 5ക്ക് പോകും. ഇവിടുത്തെ വാല്യൂ ഞാൻ എഴുതിയില്ലേ, 2. ഓക്കെ, 2 ഒബ്വിയസ്ലി 6ക്ക് പോകാം നമുക്ക്. ഓക്കെ, സോ ഞാൻ സ്റ്റെപ്പ് 4 ആയിട്ട് എഴുതുന്നത് സെക്കൻഡ് ജസ്റ്റ് അയ്യോ സ്ഥലം ഭയങ്കര പൊട്ടെ. ഇവിടെ നിന്ന് ഐ എം ഗോയിങ് ടു V6 V6ക്ക് എത്തി. V6 is 2. ഓക്കെ, V6ക്ക് എത്തി. V6ൽ നിന്ന് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, എനിക്ക് ഏറ്റവും ചെറുത് എവിടേക്കാ, V5ക്ക്. സോ ലെറ്റ്സ് കോപ്പി ദാറ്റ്. V5 is a small thing, so V5ക്കുള്ള ഡിസ്റ്റൻസ് ഇസ് 1. ഓക്കെ, സോ V1 V2 V3 V4 എത്തിയിട്ടില്ല എപ്പോഴും. സോ ലൈക്ക് ഇവിടെ നിന്ന് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്താ, 5 ഉണ്ട്, 2 ഉണ്ട്, ഒബ്വിയസ്ലി 2. സോ നമ്മുടെ അടുത്ത ഗ്രാഫിൽ ബി I'm sorry, I'm not at all feeling well. അതുകൊണ്ട് റൊട്ടേഷൻ എടുക്കൊണ്ടിരിക്കുന്നത്. I don't feel bad about it. അതിന് വീഡിയോയിൽ ചുമന്ന ശബ്ദം ഭയങ്കര വിയേർഡായിട്ട് എനിക്ക് കേൾക്കുന്നുണ്ടാവും. ബട്ട് എനിക്ക് നോട്ട് അറ്റ് ഓൾ ഫീലിംഗ് ഗുഡ്. ലൈക്ക് ബട്ട് ചെയ്യണ്ടായിരുന്നു. അയ്യോ നെക്സ്റ്റ് V4ൻ്റെ വാല്യൂ എത്രയായിരുന്നു? V4ൻ്റെ വാല്യൂ 2. ഓക്കെ, സോ കഴിഞ്ഞില്ലേ, എല്ലാം ആയില്ലേ. V2 വന്നിട്ടുണ്ട്, V1 V2 V3 V4 V5 V6. സോ നമുക്ക് കൗണ്ട് ചെയ്യാം. 3 5 6 7 8. മിനിമം 8 is 8. ഓക്കെ ആണോ? ഇനി ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ വിത്ത് ക്രസ്കൽസ് അൽഗോരിതം. ക്രസ്കൽസ് അൽഗോരിതം മറക്കരുത്. ഒരു എക്സ് മറക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ക്രസ്കൽസ് അൽഗോരിതം ചെയ്ത് നോക്കാം. സോ ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക്, ഓക്കെ, കുറച്ച് വൃത്തികെട്ടൊരു ഗ്രാഫാണ്. സോ സ്റ്റിൽ വി ഗോണ ഡു ദിസ്.
Okay. സ്കിൽസ് അൽഗോരിതം എന്താണെന്ന് മറന്നുപോയാ? എന്നിട്ട് സെറ്റും ചേർന്ന് നിന്ന് എഴുതണം കേട്ടോ. B, C, 5, A, B, that is 5, and D, B is 5, then A, D is 6, and A, F is 7. Okay, so let's start step 1. Easy. FD എവിടെയാണ്? FD ഇവിടെ ഉണ്ടായിട്ട് കൊടുക്കുകയാണ്. സോ കേട്ടോ, FG വേണം. FG വേണം അല്ലേ? ഇറ്റ്സ് കണക്റ്റഡ്. FDEG 1. Now this is 2, right? Okay. എടുത്തൊക്കെ DE വേണം. ഈ C ഇല്ലേ, C ഇപ്പം ഓക്കെ. CG വേണ്ട, B വേണം അല്ലേ? B എവിടെയാണ്? B is like up there. ഈയുടെ മേലെ ഇട്ട് കൊടുക്കാം. So let's copy paste. Stuff 500. So ഇതിൽ ബിക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഫോൺ എടുത്തിട്ട് What is 4? Okay. 4 BC ആണ്. BC വേണ്ട. A ഉണ്ടോ? A ഇല്ല. സോ അടുത്തായിട്ട്
A, B, and that is 5. D, F, no, D, B, 1, A, D, 1, A, F, 1. So it is 5, 9, 10, 13, 15. No, spanning tree is 17. Second, 5, 4, 9, 3. They came in a different way. അതാണ് സംഭവം. ഇവിടെ നിന്ന് they took E and അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള 2 ഭാഗത്തേക്ക്. Okay, they didn't choose this path. Okay, so now 10, 8, 10, 11. So this is going to be there. Not sure. Okay. This is left. And 8 is 70. Okay. അടുത്തതാണ് another important algorithm, that is the change trans algorithm. A to Z ആണ് കണ്ടുപിടിക്കുന്ന പാത്തിൻ്റെത്. സോ നമുക്ക് പടം വരയ്ക്കാം. ഇൻഫിനിറ്റി 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 ഇൻഫിനിറ്റി. നമ്മൾ ആദ്യത്തെ ബോക്സ് സെറ്റ് ചെയ്ത് താഴേക്ക് വരച്ചിട്ട് എയിൽ നിന്ന് 2 വഴിയുണ്ട്. സോ ഞാൻ ഇവിടെ 0 ആണ് അല്ലേ, 0 + 2, ദാറ്റ് ഇസ് സിക്കുള്ള വഴി 2 ആണ്. ഇവിടുന്ന് 0 + 4 = 4 അല്ലേ. സോ 4 വന്നു. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു വഴി ഉണ്ട് അവിടെ. സോ ഞാൻ ബാക്കിയെല്ലാം ഇൻഫിനിറ്റി എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. സോ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആരാ? 2, റൈറ്റ്. സോ ഞാൻ എൻ്റെ പാത്ത് എവിടെ വന്ന് നിന്നു? ഐ കെയിം ആൻഡ് സ്റ്റുഡ് ഹിയർ. ഓക്കെ, ഇവിടെ വന്ന് നിന്നു. ഓക്കെ, സോ ഇതിൻ്റെ താഴേക്ക് മൊത്തം ബ്ലോക്ക് ആയിട്ട്. ഇനി ഞാൻ ഇവിടെ നിന്നാണ് ട്രാവൽ ചെയ്യണം. സോ എൻ്റെ ഇത് കഴിഞ്ഞു. സോ എ കഴിഞ്ഞു, സി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് എനിക്ക് എങ്ങോട്ട് പോവാം? ബിക്ക് പോവാം, ഡിക്ക് പോവാം, ഇക്ക് പോവാം. സോ ഞാൻ ആദ്യം 2 + 1 = 3. സോ ഞാൻ 3 ആണ്. 3 എന്ന് പറയുന്നത് ഇതിനേക്കാൾ ചെറുതായി കാരണം ഞാൻ 3ക്ക് ആക്കി. ഓക്കെ, അടുത്തത് 2 + ഡിക്ക് എന്ന് പറയുന്നതിൻ്റെ അടിയിൽ 2 + 8 = 10. ഇവിടെ ഇയുടെ താഴെ എന്താ? 2 + 10, ദാറ്റ് ഇസ് 12. ഇത് ഇൻഫിനിറ്റി ആയി കിടക്കും. സോ ഇതിലേറ്റവും ചെറുതാരാ? ബി ആണല്ലേ. സോ ഞാൻ ബീനെ താഴ്ത്തിക്കിറക്കി. ഇത് 3 ആയിപ്പോട്ടോ. ബി എന്ന് പറയുന്നത് ഇപ്പം 3 ആണ്. ബിയുടെ കട്ട കഴിഞ്ഞു.
ഇനി അടുത്തത് ബിയിൽ നിന്ന് എനിക്ക് എങ്ങോട്ട് പോവാം? ഐ ക്യാൻ ഗോ ടു ഡിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇയിലേക്ക് പോവാം. അയ്യോ സോറി ഐ ക്യാൻ ഓൺലി ഗോ ടു ഡി റൈറ്റ് നൗ. സോ ഞാൻ എന്ത് ചെയ്യും? ഡിയിലേക്കുള്ള ഓപ്ഷൻ വെക്കും. ഡിയിൽ എന്താണ് 5+3 = 8. 8 ചെറുതല്ലേ, സോ ഞാൻ 8 ആക്കിയത്. ഓക്കെ, വേറെ എവിടേക്കും എനിക്ക് വഴിയില്ല കേട്ടോ, അപ്പോൾ ഇത് ബ്ലോക്ക് ആയി കിടക്കുക. സോ ഞാൻ ഇത് താഴേക്ക് ഇറക്കി എഴുതി, ഇത് ഇൻഫിനിറ്റി. സോ ഇതിൽ ഇപ്പോൾ ഏറ്റവും ചെറുതാരാ? ഡി റൈറ്റ്. സോ ഡി കഴിഞ്ഞു. ഡി ഇപ്പോൾ കിടക്കുന്ന വാല്യൂ പറയുന്നത് ദാറ്റ് ഇസ് 8 ആൻഡ് ഡി ഈസ് ഓവർ നൗ. എനിക്ക് ഡിയിൽ നിന്ന് പോകാൻ 2 വഴികളാണുള്ളത്. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് ഇ ആൻഡ് സെക്കൻഡ് വൺ ഇസ് സെഡ്. സോ ഫസ്റ്റ് നമ്മൾ 8+2 = 10. 10 ആണ് ഇതിനേക്കാൾ ചെറുത്. അടുത്ത സി തുടങ്ങിയാണ്. 8+6 = 14. 14 ആണ്. സോ ഇതിൽ ചെറുതാരാ? 10 റൈറ്റ്. സോ 10 നമ്മൾ ഇവിടെ എഴുതുവാണ്. ഇറ്റ് ബിക്കെയിം 10. ഇ ബിക്കെയിം 10 ആൻഡ് ഇ ഈസ് ക്ലോസ്ഡ് റൈറ്റ് നൗ. ഇനി ഇവിടെ നിന്ന് ഐ ഹാവ് അനദർ ഓപ്ഷൻ. ആകെ ഉള്ളൊരു ഓപ്ഷൻ ഇനി എങ്ങോട്ടാ പെൻഡിങ് എടുക്കണം? സെഡിക്കാണ്. അത് ഇവിടെ 15 ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി എടുക്കുന്നത് എന്താ? 14 ആണ്. 14 is smaller than 15. സോ നമ്മൾ 14 വെച്ച് കണ്ടിന്യൂ ചെയ്യും. ഈ ബോക്സ് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് 14 ആയിരിക്കും. ഓക്കെ ആണോ? സോ ദിസ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് പാത്ത് കണ്ടുപിടിക്കണം. സോ നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് 14. ഓക്കെ, ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. സോ 14ക്ക് എത്തണ ഒരു പാത്ത്, അതായത് എ നിന്ന് സെഡിക്ക് എത്തണം, 14ൽ എത്തണം. ഓക്കെ, സോ 2 + 10, 10 + 2 is 4, 12 പ്ലസ് ഇതെത്തുമോ? ഇല്ല. അപ്പം ഇതല്ല പാത്ത്. സോ അടുത്തത് നോക്കാം. ദിസ് ഇസ് 2 + 12 + 15. 14 എത്തോ? ഇല്ല. സോ ഇവിടെ നോക്കാം. 4, 9 + 6 ദാറ്റ് ഇസ് 15 ആണല്ലോ. എ സി പിന്നെ ഒരു ഓപ്ഷൻ എന്താ ഉള്ളത്? ഐ ക്യാൻ ഗോ ലൈക്ക് ദിസ്. 2, 3 + 8, 8 + 2, 8 + 6 is 9, 10, 11, 12, 13, 14. സോ നമുക്ക് വഴി കിട്ടി. ദാറ്റ് ഇസ് എ സി ബി ഡി സി. ഓക്കെ, ദിസ് വിൽ കോഡ് അപ് ടു 40. ഓക്കെ ആണോ? ഇതിങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻ അൽഗോരിതം വെച്ച് ചെയ്യേണ്ടത്. സോ വി വിൽ ഡു അനദർ പ്രോബ്ലം ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം. സോ ഞാൻ മേലെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നോട്ട് ഷുവർ എനിക്ക് ഇതേപോലെ കിട്ടുമെന്ന്. ബട്ട് ലെറ്റ്സ് ലുക്ക്. അയ്യോ I will paste the wanted text from here. Okay. I will erase all the things. I just only made a box, nothing else. Okay. ഇതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റഡ് ഗ്രാഫാണ്. സോ നമുക്ക് ഡയറക്ഷൻ വേണം. ഈ ഡയറക്റ്റഡ് ഗ്രാഫിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡയറക്ഷനിൽ മാത്രമേ ഇതിന് നോക്കാൻ പറ്റുള്ളൂ. സോ യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ വൈൽ ഡൂയിങ് സച്ച് സോർട്ട് ഓഫ് പ്രോബ്ലംസ്. ബിക്കോസ് ഇത് നല്ല സുഖമായിട്ട് വരുത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇത്. പക്ഷേ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റും ചെയ്യുന്ന കാര്യമാണ്. സോ നോക്കി കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് കയ്യിലിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് മൊത്തം. ഓക്കെ, സോ ബി വെരി കെയർഫുൾ വൈൽ ഡൂയിങ് സച്ച് പ്രോബ്ലംസ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഈസി ഓൾസോ. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സുഖമായിട്ട് മാർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
സോ നമ്മുടെ ആസ് യൂഷ്വൽ പരിപാടി തുടങ്ങാം. V2, V1, V sorry, I will just write it in order അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. V1 തൊട്ട് V6 വരെ എഴുതിയാൽ പറയാം. ഓക്കെ, V1, V2, V3, V4, V5, V6. സോ നമുക്ക് V1ൽ നിന്ന് V2ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. V1ൽ നിന്ന് V6ലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 0, ഇൻഫിനിറ്റി, 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 ഇൻഫിനിറ്റി. 0നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഡൗൺ. ഈ പരിപാടി കഴിഞ്ഞില്ലേ? ഇവിടെ നിന്ന് എനിക്ക് 2 വഴിയാണുള്ളത്. ദിസ് ഇസ് 0. ഇവിടെ നിന്ന് 2 വഴിയായത് കാരണം കൊണ്ട് തന്നെ ഇറ്റ് ഇസ് 2 ആൻഡ് ഇറ്റ് ഇസ് 4. I will write it another pencils. This is 2 and this is 4. So 2 and this is 4. Back okay, infinity, 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 and 2 is the smallest one. I'm blocking it. 2 I am blocking it too, and the value is 2. Okay, 2 ആയില്ലേ? 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി വരുന്നത് എനിക്ക് 3ലേക്ക് പോവാം, 5ലേക്ക് പോവാം, 4ലേക്ക് പോവാം. 2 plus 1 is 3. 3 അല്ലേ ചെറുത്? മാറ്റി എഴുതിക്കോ. 2 plus 2 plus 2 is 4. So 4. ഇവിടെ 2 plus 4 is 6. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ചെറുതാരാ? V3 അല്ലേ? V3 is ബ്ലോക്കായി. 3ക്ക് ഞാൻ എഴുതി. കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ, സോ V3ന്ന് എനിക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുക? ആകെ ഒരു വഴിയുള്ളൂ, V5ക്ക് മാത്രം. ദാറ്റ് ഇസ് 3 plus 3 is 6. പക്ഷേ 6ക്ക് ഞാൻ പോവോ? ഇല്ല, 4 തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഇതിനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. ദിസ് ഇസ് 4 ആണ്. ഓക്കെ, ബാക്കിയൊക്കെ 6, ഇൻഫിനിറ്റി. ഞാൻ 5നെ ബ്ലോക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് ആകെ 2 ഉള്ളൂ. സോ ഇവിടെ നിന്ന് എനിക്ക് ഏറ്റവും ചെറുത് എങ്ങട്ടാ? 2 അല്ലേ? 2 ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എഴുതാണ്. 4 plus 2 is 6. 4 plus 3 is 7. സോ 7 ഞാൻ എഴുതുമോ? ഇല്ല, 6 എഴുതുള്ളൂ. സോ 2 6 വന്നു. സോ നമുക്കിത് ഏത് വഴി കൂടെ പോയാലും കുഴപ്പമില്ല. സോ ഐ എം ജസ്റ്റ് ചൂസിങ് 6 ബിക്കോസ് ഞാൻ 4ക്ക് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് 6ക്ക് എത്തല്ലേ വേണ്ട. ഞാൻ ഇത് ചൂസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. സോ ദിസ് ഇസ് 6. സോ നമ്മുടെ മിനിമം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. സോ 6ലേക്ക് എത്താനുള്ള വഴി നോക്കിക്കേ. 4 plus 3 7 പറ്റില്ല. 2 4 പറ്റില്ല. 2 2 2 യെസ്. സോ വഴി കിട്ടി. V1, V2, V5 and V6. Okay, 2 2 2. Okay, 6 ആയില്ലേ? So this is the distance. I got 2 more questions to do. Like ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. If you guys are ready to do that, we can do that. This is a very important question. So we have to practice it. Like അല്ലാതെ നമുക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. സോ ചെയ്യല്ലേ? ഓക്കെ, സോ another question. ഇത് ഞാൻ മറ്റേ വരി വരച്ചില്ലെങ്കിൽ നിങ്ങൾ പെടും. ഇതൊരു പാരലൽ എഡ്ജാണ്. ഓക്കെ, സെയിം പോലെ തന്നെ ഇപ്പുറത്ത് 2.
ഒരു വൃത്തികെട്ട ഗ്രാഫ്. ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ ദേ ഡ്രോൺ ദിസ്. ഇതിൻ്റെ ജിസ്റ്റാസ് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും പയ്യാണ്ടാവും. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ബട്ട് ദേ വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഫോർ 9 മാർക്സ് ഉണ്ടാവും. പക്ഷെ അത് ചോദിക്കാൻ നല്ല ചാൻസുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് അറിയില്ലല്ലോ എന്ത് ചോദിക്കാന്ന്. ശാന്തമാർ എന്തോണി ചോദിക്കാറുണ്ട്. അയ്യോ ഷേ. Okay. At last we done with the diagram. Any marking button of life. So let's start. ഒരു അറ്റത്ത് നിന്ന് തുടങ്ങാണ് കേട്ടോ. D25. ഇതിന്റെ വേഴ്സ്റ്റ് പാർട്ട് എന്താ അറിയോ? അതിന് ഡയറക്ഷനും ഉണ്ട്. Let me do the direction first. ഭയങ്കര കൺഫ്യൂസിങ്. Okay, this is 8. This is 8. This is 6. This is 7. This is. എന്ത് മനസ്സിലാവില്ല. 6H3. This is 8. This is I. Nine. 1. B. 6. Okay. I'm sorry. Okay. So the graph is completed. Oh my god, this is so. Okay. Got it. Let's see. A, B, C, D, E, F, G, H, I, J. തുടങ്ങില്ലേ അപ്പോൾ? ഓക്കെ, ഞാൻ ഏത് തുടങ്ങാണ്? ഞാൻ പാരന്റ് കളർ മാറ്റേ. 0. ഇൻഫിനിറ്റി 0 തുടങ്ങി. 0 കണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് ആകെ 5ഉം 7ഉം മാത്രം. 5, 7, 8 പോകണ്ടല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. A to D, that is 5. Then A to E, that is 7. E 7 and A to the B ആണ് തോന്നുന്നു. B is 8. അപ്പോൾ ഒബ്വിയസ്ലി എന്താ 5. D ആണല്ലേ. ഡിക്ക് എത്തി നമ്മളെ. ഡി എന്ന് പറയുന്നത് 5 ആണ്. സോ ബാക്കിയൊക്കെ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, D5 ആയി. ഇനി ഇവിടെ നിന്ന് എനിക്ക് പോവാൻ പറ്റുന്നത് ആകെ ഇവിടേക്ക് മാത്രമേ ഉള്ളൂ വഴി. ഓക്കെ, ബാക്കിയൊന്നും ഓപ്പൺ അല്ല. സോ ഞാൻ എച്ചിക്കാണ് പോകുന്നത്. 5 + 6 is 5 + 6 is
11. സോ ഞാൻ എച്ചിൽ 11 കൊടുക്കുന്നുണ്ട്. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ബാക്കിയൊക്കെ ഇറക്കി. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ഇ ആണല്ലേ. ഇ ക്ലോസ് ചെയ്തു. ഇ ക്ലോസ് ചെയ്തു ഞാൻ. ഇ ക്ലോസ് ചെയ്താ ദാറ്റ് ഇസ് 7. ഈയുടെ കത്തിക്കൽ കഴിഞ്ഞു. ഇയിൽ നിന്ന് പുറത്തേക്ക് പോണത് ഇയിൽ നിന്ന് പുറത്തേക്ക് പോണത് ആരുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ നിന്ന് ആരും ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കണം. ദാറ്റ് ഇസ് ഇൻഫിനിറ്റി, 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 11, ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി. ഞാനപ്പോൾ 8 വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. ബി 8 വെച്ച് ഞാൻ ക്ലോസ് ചെയ്തു. ബിന്ന് പുറത്തേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ബിയിൽ നിന്ന് സിക്ക് പോകുന്നുണ്ട്. വേറെ എവിടേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ബിന്ന് സിക്ക് പോകുന്നുണ്ട്. പക്ഷെ ബിന്ന് സിക്ക് പോകുന്ന കാരണം കൊണ്ട് 8 + 1 ആണോ 7 ആണോ? 7 ആണ്. ഓക്കെ, ബിന്ന് സിക്ക് പോകുന്നത് 7 ആണ്. സോ ഞാനിവിടെ 15 എഴുതും. ഓക്കെ, നമ്മുടെ 15 വന്നു. ഇവിടെ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി, 11, ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി. സോ ഒബ്വിയസ്ലി 11 എച്ച് ക്ലോസ് ചെയ്ത് കിട്ടും. എച്ച് എവിടെ? എച്ച് ഇവിടെയാണ്. ഓക്കെ, 11 എച്ച് ക്ലോസ് ചെയ്തു. എച്ച് ക്ലോസ് ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻഡ്? ഇവിടെ നോക്കിക്കാം. എച്ച് നിന്ന് പുറത്തേക്ക് പോകുന്നത് 8 മാത്രം. സോ 19 വന്നു. ഓക്കെ, ഐ ഇസ് 19 നൗ. 19 ആയേ. ഐ 19. സോ ബാക്കിയുള്ളത് അതേപോലെ എടുക്കാം. 15, ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി, 19, ഇൻഫിനിറ്റി. സോ ഇതിൽ ഏറ്റവും ചെറുതാരാ? സി അല്ലേ. സി ക്ലോസ് ചെയ്തു കേട്ടോ. സി ക്ലോസ് നൗ. ദാറ്റ് ഇസ് വിത്ത് 15. 15 വെച്ച് സി ക്ലോസ് ചെയ്തു. ഇനി 15 പുറത്ത് പോകുന്നത് ഇവിടെ എന്തായിരുന്നു? എഫ്. ഇവിടെ എഫ് ഉണ്ട്. ഇവിടെ എഫ് ഉണ്ട്. ഓക്കെ, സോ ഐ ക്യാൻ ഗോ ഫ്രം a second. 15 + 7 എന്ന് പറയുന്നത് 22 ആണ്. സോ എഫിൻ്റെ അടിയിൽ എനിക്ക് 22 എന്ന് എഴുതാം. ഓക്കെ, 22 എന്ന് എഴുതാം. ആൻഡ് അടുത്തത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഐ ക്യാൻ ജെക്ക് പോകുന്നുണ്ട്. 15 + 2 is 17. ജെ 17 ആയിട്ടുണ്ട്. അപ്പോൾ ആൻഡ് പിന്നെ പുറത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതിത്തരാം, കുറച്ചുകൂടി മനസ്സിലാവും. ഇതൊക്കെ ക്ലോസ് ചെയ്യാം. ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഇതിപ്പോൾ ഏറ്റവും ചെറുത് 17 ആണ്. സോ നമ്മുടെ ജെ ആണ് ക്ലോസ് ചെയ്തോ, വേറെ വഴിയൊന്നുമില്ല. 17 ആയി. ഓക്കെ, 17 ആയപ്പോൾ 17 പുറത്തേക്ക് പോകുന്ന ആൾക്കാർ കുറച്ചധികം ഉണ്ട്. അല്ല, ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് ജെക്ക് പോവാം. സോ 17 ജിയിലേക്ക് ഇറ്റ് ഈസ് ലൈക്ക് 20. ജിയിൽ നിന്ന് 20 ഉണ്ട്. പിന്നെ അടുത്തത് ആരാ പുറത്തു പോണേ? ഇത് ക്ലോസ് ആയതാ. ഐയിലേക്ക് ഉണ്ട് അല്ലേ. 17 + 8 എത്രയാ? 25. ഐ 25. ഓ, 25 നമ്മൾ എടുക്കില്ല, 19 എടുക്കും. സോ 19. പിന്നെ ആരെങ്കിലും പുറത്ത് പോകുന്നുണ്ടോ? പിന്നെ ഒന്നും എൻ്റെ അറിവിൽ പോണില്ല. സോ ഞാൻ ബാക്കിയുള്ളതൊക്കെ അതേപോലെ എടുത്ത് എഴുതുന്നുണ്ട്. കുറച്ച് തൊള്ളപ്പണിയാണ് കേട്ടോ. ഓക്കെ, സോ ഇതിലേറ്റവും ചെറുതാരാ? 19. 19 ആരാണ്? അയ്യാണ്. സോ ഇതെന്ന് പറയുന്നത് 19. ഓക്കെ, സോ 19 നിന്ന് പുറത്തു പോകുന്ന ആൾക്കാരും ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഒന്നും കൂടി 22. 20 ചെറുതെടുത്തു. 20 ആണ് ഈ ചെറുത്. ജി 20 ആക്കി എടുത്തു. ജി 20 ആക്കി എടുത്തു.
G20 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഇതിന്ന് പുറത്തു പോകുന്ന ആൾക്കാരും ഇല്ല. സോ വാട്ട് ഹാപ്പൻസ്? ഞാൻ 22 വർക്ക് എഴുതി. എനിക്ക് ജിക്ക് എത്തണ്ടോ? എന്ന് ജിക്ക് എത്തണ്ടേ എനിക്ക്. സോ ജിക്ക് എത്തി. സോ ഇതെടുക്കണ്ട. ഓക്കെ, ഞാൻ ജിയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ അങ്ങനെ നമ്മുടെ മിനിമം വെയിറ്റ് 20 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എൻ്റെ ദൈവമേ, മിനിമം വെയിറ്റ് 20 ആയി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി വേസ്റ്റ് പാർട്ട് നമുക്ക് എയിൽ നിന്ന് ജിക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 20 വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, പോയി നോക്കി നോക്കാം സിംപ്ലി. ഓക്കെ, സോ ഇവിടെ നിന്ന് 8 പ്ലസ് 10 പ്ലസ് 9 27 പോകും. സോ അതല്ല വഴി. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇത് മേലെ കൂടെ 7 വന്നാൽ പറ്റുമോ? ഇല്ല, അതും 24 വരണം. അപ്പം നമുക്ക് വേറെ വഴി കൂടെ പോകണം. സോ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് അങ്ങനെ വഴി തോന്നി വരെ പോകാൻ പറ്റില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. സോ 7, വാട്ട് അബൌട്ട് ലെറ്റ്സ് ഗോ വിത്ത് എയിൽ നിന്ന് ബിക്ക് പോയി, ദാറ്റ് ഇസ് 8. ദെൻ എയിൽ നിന്ന് സിയിലേക്ക് പോവാൻ 7 പ്ലസ് അവിടെ നിന്ന് ജിയിലേക്ക് പോവാൻ 2 പ്ലസ് ആൻഡ് ഇവിടെ നിന്ന് ഇവിടേക്ക് വരാൻ പ്ലസ് 3 20. സോ ഇങ്ങനൊരു ഓപ്ഷൻ പറ്റും. എയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് ജെ, ജെയിൽ നിന്ന്. സോ ദ ആൻസർ വിൽ ബി ലൈക്ക് എവിടെയാണ് എ ബി സി ജെ ജി. ഓക്കെ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇല്ല, എന്നെ പുല്ലും വരില്ല എനിക്ക്. സോ ഞാനിതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇന്നത്തെ ക്ലാസ്. ടു ലോങ് ആണ്, കുറച്ചും കൂടെ ഉണ്ട്, അത് ചെയ്യാൻ കുറച്ച് നേരം എടുക്കുന്നത്. സോ ഞാൻ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നിട്ട് ഞാൻ പോവാം. ഈ Dijkstra's algorithm find the shortest path from one vertex to all other vertex input. Okay, shortest പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ Dijkstra's algorithm യൂസ് ചെയ്യുന്നത്. എ ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാം വിത്ത് നോൺ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റ്സ്. ഓക്കെ, നോൺ നെഗറ്റീവ് ആയിട്ട്, അതായത് പോസിറ്റീവ് എഡ്ജ് വെയ്റ്റ്സ് ഉള്ള ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാഫാണ് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത്, എഡ്ജിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള എഡ്ജ് ആണെങ്കിൽ അതിൻ്റെ എഡ്ജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് കോമ വൈ ആയിരിക്കും അല്ലേ. ഈ നമ്മൾ എന്ത് ചെയ്യും? ഡബ്ല്യു ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആക്കി കൊടുക്കും. ഇഫ് എക്സ് കോമ വൈ ഇസ് നോട്ട് ആൻ എഡ്ജ്, എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ദ സെറ്റ്. നമ്മുടെ ഒരു സെറ്റ് എസ് ഉണ്ട്, എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ഓഫ് വേർട്ടെക്സ് ടു വിച്ച് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഓഫ് യു ഇസ് നോൺ എൻലാർജിങ്. ഓക്കെ, നമ്മളിത് വലുതാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എസ് ടു ഇൻക്ലൂഡ് ഓൾ വേർട്ടെക്സ്, നമ്മൾ എൻലാർജ് ചെയ്ത് ഈ എസ് സെറ്റിലെ എല്ലാ വേർട്ടെക്സിനെയും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. ഓക്കെ, ടു ഡു ദിസ് മെയിൻറ്റെയിൻ എ ഡിസ്റ്റൻസ് ഓഫ് ഇ ഓഫ് സെറ്റ് ഫ്രം എസ് ടു സെഡ് എന്ന് പറയുന്നത് എസ്സിൽ ഉണ്ടാവരുത്. ബീയിങ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ്, നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം യു ടു സെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എസ് എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എടുത്തിട്ട് യു സച്ച് ദാറ്റ് എൽ ഓഫ് യു എന്ന് പറയുന്നത് നമ്മൾ എന്ത് 0 ആക്കി എടുക്കും. എൽ ഓഫ് സി എന്ന് പറയുന്നത് നമ്മൾ യു ഓഫ് യു കോമ സി ആക്കി എടുക്കും. ഫോർ സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു യു. Okay, iteration, select a vertex v outside S such that E of L നമ്മൾ മിനിമം കണ്ടുപിടിച്ച് ചെയ്യില്ലേ, അതാണ് ഈ അൽഗോരിതം പറയുന്നത്. അതായത് എൽ ഓഫ് യു എന്ന് പറയുന്നത് മിനിമം ആണ് എടുക്കേണ്ടത്. ഓക്കെ, എന്തിനേക്കാൾ? നമ്മുടെ എൽ ഓഫ് സെഡിനേക്കാൾ മിനിമം ആയിട്ടുള്ളതാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട്
വി എന്ന് പറഞ്ഞ വേർട്ടെക്സിനെ നമ്മൾ എവിടേക്ക് ആഡ് ചെയ്യും? നമ്മുടെ എസ്സിലേക്ക് ആഡ് ചെയ്ത് വെക്കും. എക്സ്പ്ലോർ എഡ്ജസ്, അവിടെ നിന്ന് വിയിൽ നിന്ന് ബാക്കി പോണ എഡ്ജസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി വെക്കും. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. വി ഓഫ് സെഡ് വെച്ചിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മിനിമം കണ്ടുപിടിക്കും. മിനിമം ഓഫ് ഇ ഓഫ് സെഡ്, ഇ ഓഫ് എൽ, ഇ ഓഫ് വി, ഇ ഓഫ് സെഡ് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? വി സെഡ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ കണ്ടുപിടിക്കും. ഈ ഐട്രേഷന് നമ്മുടെ ഗോൾ സ്റ്റേറ്റ് എന്താ? ജി. ഇത് എത്തണ വരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും? വി ഓഫ് യു കോമ വി എന്ന് പറയുന്നത് എൽ ഓഫ് വി എവിടെയാണോ വി എന്ന് പറയുന്നത് സെറ്റായിട്ട് വരണം. ഓക്കെ ആണോ? ഇതാണ് അതിൻ്റെ അൽഗോറിതം ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കുറച്ചും കൂടെ ഉള്ളൂ. ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു ഇതുപോലത്തെ ഒരു അൽഗോറിതം കൂടി ഉണ്ട്. ബട്ട് ഇറ്റ്സ് എ വെരി ലോങ് അൽഗോറിതം. സോ അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഓക്കെ.